സ്നേഹബഹുമാനപ്പെട്ട രൂപത എപ്പിസ്കോപ്പൽ വികാരി ബൈജുലിൻ അച്ഛൻ, തുയ്യം ഇടവക വികാരി ജോളി എബ്രഹാം അച്ഛൻ, സഹവികാരിമാർ തോമസ് ലാട്ടുപുറ അച്ഛൻ, ബഹുമാനപ്പെട്ട ഹ്യൂബർട്ട് അച്ഛൻ, ഹവ്യർ ഇൻസ്റ്റിറ്റ്യൂട്ട് സെക്രട്ടറി സാജു കുരിശങ്കൽ, വിമൻ വിഭാഗ സെക്രട്ടറി ഷേർലി ആൻഡോ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഹവ്യർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷം മുഴുവൻ നമുക്ക് പഠനത്തിൻ്റെ ദിവസങ്ങളാണ്. തീർത്ഥയാത്രയും ഉല്ലാസമൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ ഒരുമിച്ചുള്ള നമ്മുടെ വാർഷിക ധ്യാനം. ചില അവസരങ്ങളിൽ നമ്മളത് കൊട്ടിയം ധ്യാന കേന്ദ്രത്തിൽ വെച്ച് 3 ദിവസം കൂടിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്ക് വളരെ അനുഗ്രഹപ്രദമായിട്ട് തോപ്പിടവകയിൽ തോമസ് പോൾ ബ്രദർ ഈ ദിവസങ്ങളിൽ ധ്യാനം നടത്തുന്നുണ്ട്. അപ്പോൾ ബ്രദറിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഈ ദിവസങ്ങളിൽ പകൽ സമയം ഇവിടെ 3 ദിവസം ധ്യാനം നടത്താമെന്ന് ക്രമീകരിച്ചു. നമ്മൾ പള്ളികളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനിയും ധാരാളം പേര് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. തോമസ് പോൾ ബ്രദറിൻ്റെ ഒരു പ്രത്യേകത ആധികാരികമായിട്ടുള്ള ഒരു പഠന ധ്യാനമാണ്. സഭയെക്കുറിച്ചുള്ള വിഷയങ്ങൾ, വചനവ്യാഖ്യാനം നന്നായിട്ട് പഠിച്ച് ഒരുങ്ങി നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ പഠിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ധ്യാനമാണ് തോമസ് പോൾ ബ്രദറിൻ്റെ ധ്യാനം. അപ്പോൾ ഈ ധ്യാനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ധ്യാനം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എപ്പിസ്കോപ്പൽ വികാരി ബൈജുലിൻ അച്ഛനാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാം, പത്രങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ജെറോം പിതാവിൻ്റെ 25ാം ചരമവാർഷികാചരണം വളരെ വിപുലമായ രീതിയിൽ പോളച്ചൻ്റെയും ബൈജു അച്ഛൻ്റെയും നമ്മുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ നന്നായിട്ട് നടത്താനായിട്ട് സാധിച്ചു. വലിയൊരു ചലനം നമ്മുടെ ഈ രൂപതയിലും കൊല്ലം പട്ടണത്തിൽ നമുക്കത് ജെറോം പിതാവിനെക്കുറിച്ചുള്ള പ്രസിദ്ധി, വിശുദ്ധി പ്രഘോഷിക്കുവാൻ സാധിച്ചു. അപ്പോൾ ഇന്ന് അച്ഛൻ അതിന് ഒരു മുൻകൈ എടുത്തു. നമുക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തെത്തിയിരിക്കുന്ന ബൈജു അച്ഛനെ ഏറ്റവും ഹൃദ്യമായി നാം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ ധ്യാനം ഇവിടെ ദേവാലയത്തിൽ നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്നത് ബഹുമാനപ്പെട്ട ജോളി എബ്രഹാം അച്ഛനാണ്. അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഹൃദ്യമായി ഈ ദേവാലയഗണത്തിലേക്ക് വരുന്ന ഓരോ വിശ്വാസിയും സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് ഇത് സ്വന്തം ഭവനമാണ്. ഞങ്ങൾക്കിവിടെ വരാം, ഇവിടെ വിശ്രമിക്കാം, ഭക്ഷണം കഴിക്കാം, എല്ലാ സൗകര്യവും വന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരം എല്ലാ അച്ഛനും ഒരുക്കി തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും സ്നേഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ജോളി അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഒരു നിറഞ്ഞ ആത്മീയ സാന്നിധ്യമാണ് ബഹുമാനപ്പെട്ട ഹ്യൂബർട്ട് അച്ഛൻ എപ്പോഴും ഇവിടെയുണ്ട്. എല്ലാവരെയും തൊട്ടാസ്വദിക്കുകയും പേരെടുത്ത് വിളിക്കുകയും വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഹ്യൂബർട്ട് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ശുശ്രൂഷകളിൽ ശക്തമായൊരു സാന്നിധ്യമാണ്. ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട തോമസ് ലാട്ടുപുറ അച്ഛനെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാ പരിപാടികളുടെയും ജീവനാഡി എന്ന് പറയുന്നത് സാജു കുരിശങ്കലാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും അത് വളരെ അതിൻ്റെ ഓരോ കാര്യവും വളരെ സൂക്ഷ്മതയോടുകൂടി രാത്രിയും പകലും ചിന്തിച്ച് കഠിനമായിട്ട് അധ്വാനിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി നടത്തുന്നത് സാജു കുരിശങ്കലാണ്. അത് 3 ദിവസവും സാജു നമ്മുടെ കൂടെയുണ്ട്. സാജു കുരിശങ്കലിനെ ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. തോമസ് പോൾ ബ്രദർ, നമുക്കൊത്തിരി സന്തോഷമുണ്ട്. ബ്രദറിനെ ഒന്ന് കാണുന്നതിന് അനുഗ്രഹമാണ്. ബ്രദർ ഇന്നിവിടെ ഈ 3 ദിവസം നമ്മുടെ കൂടെ ഉണ്ടാകും, നമ്മളെ പഠിപ്പിക്കുവാനും പ്രാർത്ഥനയിൽ നയിക്കുവാനും ഒക്കെ. തോമസ് പോൾ ബ്രദറിനെ ഏറ്റവും സ്നേഹത്തിൽ കൊല്ലം രൂപതയിലേക്ക്, തുയ്യ ഇടവകയിലേക്ക്, ഹവ്യർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഇതിവിടെ എത്തിച്ചേർന്ന എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഹവ്യർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളെയും നിങ്ങളേവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ബൈജുലിൻ അച്ഛൻ നമ്മുടെ ഈ ത്രിദിന പഠന ധ്യാനം ഉദ്ഘാടനം ചെയ്യുന്നു. ഹവ്യർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായ സ്നേഹം നിറഞ്ഞ ഷാജിയച്ച, തുയ്യം സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ വികാരിയച്ഛനായ സ്നേഹം നിറഞ്ഞ ജോളിയച്ച, സഹവികാരിമാരായ ഹ്യൂബർട്ട് അച്ഛൻ, ടോംസൺ അച്ഛൻ, തോമസ് ബ്രദർ, സ്നേഹം നിറഞ്ഞ സാജു കുരിശങ്കൻ, ഹവ്യർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബൈബിൾ ആഗ്രഹത്തോടുകൂടി
ദൈവശാസ്ത്രവും ബൈബിളുമെല്ലാം ആഗ്രഹത്തോട് പഠിക്കുന്ന സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നല്ലൊരു അനുഭവമാണ് ഒരു വർഷത്തിൻ്റെ അവസാനം ബൈബിളിലെ പല പേജുകളിലൂടെ താളുകളിലൂടെ കടന്നുപോയി ദൈവം സംസാരിച്ച വ്യക്തികളെ കണ്ടുമുട്ടി ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ടൊരു യാത്ര നടത്തുകയായിരുന്നു. ഒരു വർഷം നീളുന്നൊരു യാത്രയും പഠനവും. അതിൻ്റെ അവസാനം ഈ പഠനവും യാത്രയും ഒരു പ്രാർത്ഥനയായി മാറുകയാണ്. ബൈബിൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നൊരു വലിയൊരു സത്യമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന സത്യം. വിശുദ്ധ ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അത് ആ കാലഘട്ടത്തിൽ മാത്രമല്ല, വചനം വായിച്ച് വചനം ജീവിക്കുന്ന ശക്തിയാണെന്ന് തിരിച്ചറിയുന്ന ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്നും നമ്മെ നടത്തുന്നു, ഇന്നും ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ, സഹോദരി സഹോദരന്മാർ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രകടമാക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണമായി മാറുന്ന, അത് ഈ രൂപതയ്ക്ക് മുതൽക്കൂട്ടായി മാറുന്ന ഒരു വലിയ സംഭാവനയാണ്, ഒരു വലിയൊരു കാഴ്ചയാണ്, വലിയൊരു സംഭാവനയാണ് ഹബീർ ദൈവശാസ്ത്ര പഠന കേന്ദ്രത്തിലൂടെ രൂപതയ്ക്ക് നൽകുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവാത്മാവിനോട് പ്രാർത്ഥിക്കുന്ന, ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, രൂപതയുടെ പ്രവർത്തനങ്ങൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ടും മറ്റ് ലക്ഷ്യങ്ങൾ നമുക്കതിനകത്തില്ല, ആത്മാവ് നൽകുന്ന ആ വലിയ സന്തോഷവും സമാധാനവും അനുഭവിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു വലിയ ജീവിതശൈലിക്കുടമയായി മാറുകയാണ്. അതുകൊണ്ടാണ് ഹബീർ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ പവിത്രീകരിക്കണമേ, പരിശുദ്ധാത്മാവെ ശക്തി തരയണമേ എന്നുള്ള നിറഞ്ഞ പ്രാർത്ഥനയിൽ എന്നെ ശക്തിപ്പെടുത്തുന്ന അവനിൽ, കർത്താവായ യേശുവിൽ, ദൈവത്തിൻ്റെ ശക്തിയിൽ എനിക്കെല്ലാം ചെയ്യുവാൻ സാധിക്കും. ഞാനതിൽ സംതൃപ്തനാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ സംതൃപ്തനാണ്. ഈ രീതിയിൽ ദൈവത്തെ അറിയുവാനായിട്ടുള്ള ഈ ഒരു അവസരം എനിക്ക് നൽകിയത്, ഹബീർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ കടന്നു വരാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ഭാഗ്യമാണ് എന്നേറ്റു പറയുന്ന ആ വലിയ അനുഭവ തലത്തിലേക്ക് വരികയാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ നിറഞ്ഞ സന്തോഷത്തോടുകൂടിയാണ് ഹബീർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ ഒരു വർഷത്തെ പഠനം ഒരു പ്രാർത്ഥനയായി മാറുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ പ്രാർത്ഥനയായി മാറുന്നു. അത് ഐക്യം നൽകുന്നു, സമാധാനം നൽകുന്നു. പ്രിയമുള്ളവരെ, ഈ ദേവാലയത്തിൽ ഈ വർഷം ഇവിടെ കടന്നു വന്നതും കഴിഞ്ഞ വർഷം നടത്തിയതും ഇത് വളരെ വിപുലമായ രീതിയിൽ വരികയാണ്. നമ്മുടെ ഹബീർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിപാടികൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ചൈതന്യം കവിഞ്ഞൊഴുകുന്ന ഈ ദേവാലയം, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ, നാനാജാതി മതസ്ഥരിവിടെ വന്ന് യേശുക്രിസ്തുവിലുള്ള ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ ശക്തി, തിരുരക്തത്തിൻ്റെ ശക്തിയെ ഉദ്ഘോഷിച്ചുകൊണ്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ഈ ദേവാലയത്തിലാണ് ഈ വർഷം ദൈവശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥി ഒരുമിച്ചിരുന്ന് ഒരു വലിയ പ്രാർത്ഥന കൂട്ടായ്മ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അത് ഇവിടെ വരുന്ന തീർത്ഥാടകർക്കായിരുന്നാലും ഈ ധ്യാനം നടന്നുക്കുന്ന അവസരത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കായിരുന്നാലും നാം ഇവിടെ പ്രഘോഷിക്കുന്ന ഏതെങ്കിലും ഒരു വചനം അവരെ സ്പർശിക്കും. വലിയൊരു തീർത്ഥാടന കാലത്തിനായിട്ട് ഒരുങ്ങുന്ന ആ ഒരുക്കത്തിൻ്റെ വക്താക്കളായി ഇടവകയിലെയും മറ്റു പലരുമെല്ലാം ഇവിടെ കടന്നു വരുന്ന അവസരത്തിൽ ഇവിടെ നിന്നും ഒഴുകുന്ന പരിശുദ്ധാത്മാവ് അവിടെ ഹൃദയങ്ങളെ സ്പർശിക്കും. നവീകരണത്തിൻ്റെ ഒരു വലിയ ശക്തി ഉണ്ടാകുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചതുകൊണ്ടാണ് ജോളിയച്ചൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇവിടെ തന്നെ നടത്തണം. നമ്മുടെ വരുന്ന ആ തീർത്ഥാടന കാലത്തൊരു ഒരുക്ക ധ്യാനമായി മാറും. അപ്പോൾ നമ്മൾ കുറച്ച് പേര് ഹബീർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റേതായ ആ ദൈവത്തിൻ്റെ വചനം ആഗ്രഹിച്ച് പഠിക്കുന്ന വ്യക്തികൾ, ഒപ്പം കുറച്ച് പേര് ഇതിൽ കടന്നു പോകുന്നവരും എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വലിയ അനുഭവമായി ധ്യാനം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മുടെ 3 ദിവസത്തെ ധ്യാനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്ന രൂപത എപ്പിസ്കോപ്പൽ വികാരി ബഹുമാനപ്പെട്ട ബൈജു ലച്ചന് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ പങ്കെടുത്ത വൈദിക സഹോദരന്മാർക്കും നന്ദി പറയുന്നു. ദൈവത്തിന് അനുഗ്രഹം യാചിച്ചുകൊണ്ട് നമുക്ക് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം.